ഹലോ നമസ്കാരം. മെയ് മാസത്തിലും അതുപോലെ തന്നെ ഈ ഏപ്രിൽ അവസാനമൊക്കെ കുറച്ച് സിനിമകൾ വരുന്നുണ്ട്. അപ്പം നല്ല നല്ല സിനിമകളാണ് വരുന്നത്. അപ്പോൾ അതേതൊക്കെയാണെന്നുള്ളത് നിങ്ങൾ ഏത് സിനിമയ്ക്കാണ് ടിക്കറ്റ് എടുക്കുന്നുള്ളതെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയേക്കാം. നമ്മളിവിടെ ആദ്യം പരിചയപ്പെടുത്തുന്ന ചിത്രം പവി കെയർ ടേക്കർ എന്ന് പറയുന്ന സിനിമയാണ്. ഈ ഒരു സിനിമ റിലീസിനെത്തുന്നത് 26-ാം തീയതിയാണ്. ഏപ്രിൽ 26-നാണ് ചിത്രം റിലീസിനെത്തുന്നത്. ദിലീപിൻ്റെ തങ്കമണി എന്ന ചിത്രത്തിന് ശേഷം, അതായത് അതൊരു ഫ്ലോപ്പായിരുന്നു ആ സിനിമ, അതിന് ശേഷം വരുന്ന ഒരു ഹ്യൂമർ സിനിമയും കൂടിയാണ്. വിനീത് കുമാർ സംവിധാനം ചെയ്യുന്ന സിനിമയും കൂടിയാണ്. ദിലീപേട്ടൻ്റെ കുറേ നാളുകളായി ഒരു ചിരിക്കാനുള്ള സിനിമ വന്നിട്ട്. എന്തായാലും ഈ സിനിമ ഒരു ഗംഭീര സിനിമയാവട്ടെ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അതുപോലെ തന്നെ എത്ര പേര് ഈ സിനിമയ്ക്ക് വെയിറ്റ് ചെയ്യുന്നുള്ളതെന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത സിനിമ നിവിൻ പോളി നായകനാവുന്ന മലയാളി ഫ്രം ഇന്ത്യ. മെയ് 1-ാം തീയതിയാണ് സിനിമ വേൾഡ് വൈഡിൽ റിലീസ് എത്തുന്നത്. ഒരുപാട് ഭാഷകളിൽ റിലീസിനെത്തുന്നുണ്ട് മലയാളി ഫ്രം ഇന്ത്യ. വൺ പ്രതീക്ഷയെ കാത്തിരിക്കുന്ന ഒരു ഡിജോ ജോസ് ആൻ്റണി സിനിമയും കൂടിയാണ്. ജനഗണമന എന്ന സിനിമയ്ക്ക് ശേഷം, ഒരു ബമ്പൻ സിനിമയ്ക്ക് ശേഷം അദ്ദേഹം എടുക്കുന്ന ഒരു സിനിമയും കൂടിയായിരിക്കാം. ചിത്രത്തിൽ നിവിൻ പോളിയെ കൂടാതെ തന്നെ നമ്മുടെ ധ്യാൻ ശ്രീനിവാസനും ചിത്രത്തിൽ ഒന്നിക്കുന്നുണ്ട്. എന്തായാലും വൺ പ്രതീക്ഷയിൽ തന്നെ കാത്തിരിക്കുന്ന ഒരു സിനിമയും കൂടിയാണ് മലയാളി ഫ്രം ഇന്ത്യ. എത്ര പേര് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഒന്ന് കമൻറ്റ് ബോക്സുമായി രേഖപ്പെടുത്തുക. അടുത്ത സിനിമയാണ് നടികർ തിളക്കം എന്നുള്ളത്. ടൊവിനോ തോമസ് നായകനാവുന്ന ഒരു സിനിമയും കൂടിയാണ്. ഈ ഒരു ചിത്രം മെയ് 3-നാണ് വേൾഡ് വൈഡ് റിലീസിനെത്തുന്നത്. അതുപോലെ തന്നെ ലാൽ ജൂനിയർ ഡയറക്റ്റ് ചെയ്യുന്ന പടവും കൂടിയാണ്. എന്തായാലും ടൊവിനോ ഫാൻസുകാർക്ക് തിയേറ്റർ, അതായത് തല്ലുമാല എന്ന ചിത്രത്തിന് ശേഷം അടിച്ചു പൊളിക്കാൻ പറ്റുന്ന ഒരു സിനിമയും കൂടിയായിരിക്കും നടികർ തിളക്കം. ഒരു ഗംഭീരമായ ഒരു ടീസറൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഡീസൻ്റായ ഒരു ടീസറായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ചിത്രത്തിന് വേണ്ടി എത്ര പേര് വെയിറ്റ് ചെയ്യുന്നുള്ളതെന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത സിനിമയാണ് ശബരി എന്നുള്ളത്. നമ്മുടെ വരലക്ഷ്മി ശ്രീകുമാർ പ്രധാന കഥാപാത്രം ചെയ്യുന്ന ഒരു സിനിമയും കൂടിയാണ്. ഒരു തമിഴ് സിനിമയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സിനിമ മെയ് 3-ാം തീയതിയാണ് റിലീസിനെത്തുന്നത്. അതുപോലെ തന്നെ ഒരു ത്രില്ലർ സിനിമയും കൂടിയായിരിക്കും. അതുപോലെ തന്നെ തമിഴ് പ്രേമികൾക്ക് ത്രില്ലർ സിനിമ, കുറേ നാൾ ത്രില്ലർ വന്നിട്ട്, അപ്പം അവർക്ക് കാണാൻ പറ്റിയ ഒരു ഗംഭീരമായ ഒരു, അതായത് വരലക്ഷ്മിയാണ് ഇതിനകത്ത് മെയിൻ റോള് ചെയ്യുന്നത്. അപ്പം അവർക്കൊക്കെ തീർച്ചയായും കാണേണ്ട ഒരു സിനിമയും കൂടിയായിരിക്കാം ശബരി എന്നുള്ളത്. എന്തായാലും എത്ര പേര് ടിക്കറ്റ് എടുക്കുക എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഓക്കെ, അടുത്ത സിനിമയാണ് മാരിവില്ലിൻ ഗോപുരങ്ങൾ എന്ന് പറയുന്ന സിനിമ. ഈ ഒരു സിനിമ റിലീസിനെത്തുന്നത്, അതായത് ഈ അടുത്ത മാസത്തിലാണ്, അത് മെയ്യിലാണ് ഈ ഒരു സിനിമ റിലീസിനെത്തുന്നത്. മെയ് മാസം ഫസ്റ്റ് വീക്കിനായിരിക്കാം സിനിമ റിലീസിനെത്തുന്നത്. എന്തായാലും ഇന്ദ്രജിത്ത് പ്രധാന കഥാപാത്രത്തിൽ എത്തുന്ന സിനിമയും കൂടിയാണ്. എത്ര പേര് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുള്ളതെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, അടുത്ത സിനിമയാണ് തലൈവൻ എന്ന് പറയുന്നത്. ബിജു മേനോനും ആസിഫ് അലിയും ഒന്നിക്കുന്ന സിനിമ. ജിസ് ജോയി സംവിധാനം ചെയ്ത് റിലീസിനെത്താൻ പോകുന്ന ഒരു സിനിമ. ജിസ് ജോയുടെ തന്നെ ആസിഫ് അലിയുടെ ഹിറ്റാക്കിയിട്ടുള്ള ഒരു സംവിധായകനും കൂടിയാണ്. അതുപോലെ തന്നെ ആസിഫ് അലിക്ക് ഏകദേശം ഈ സിനിമകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മിക്കതും ഇപ്പം വന്ന് നല്ലൊരു ഫ്ലോപ്പിലേക്കാണ് ആസിഫ് അലി സിനിമകളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം രഞ്ജിത്ത് സിനിമയൊക്കെ ഒരു ഫ്ലോപ്പിൽ തന്നെയായിരുന്നു പോയത്. അതുകൊണ്ട് തന്നെ ആസിഫ് അലിക്ക് നല്ലൊരു ക്യാരക്ടർ, അതായത് നല്ല ക്യാരക്ടർ റോൾ ചെയ്യാൻ പറ്റുന്ന കഥാപാത്രങ്ങളൊന്നും വന്നില്ല. കൂമൻ എന്ന് പറയുന്ന സിനിമ മാത്രമാണ് ഗംഭീരമായ ഒരു റോളിങ് അദ്ദേഹത്തിന് ചെയ്യാൻ സാധിച്ചിരുന്നത്. പിന്നെ വന്ന സിനിമകളെല്ലാം ചെറിയ ചെറിയ ഫ്ലോപ്പുകൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു. എന്തായാലും നല്ലൊരു നടൻ കൂടിയാണ് അദ്ദേഹം. എന്തായാലും തലൈവനിലൂടെ തിരിച്ചു വരുമെന്ന് നമുക്ക് കാത്തിരിക്കാം സിനിമയ്ക്ക് വേണ്ടി. നിങ്ങൾ എത്ര പേര് ഈ ഒരു ചിത്രത്തിന് വേണ്ടി കാത്തിരിക്കുന്നുള്ളത് ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പം അടുത്ത സിനിമയാണ് നടന്ന സംഭവം എന്ന് പറയുന്ന സിനിമ. ഈ ഒരു സിനിമ റിലീസിനെത്തുന്നത് 31-നാണ്. മെയ് 31-നാണ് ഈ ഒരു സിനിമ റിലീസിനെത്തുന്നത്. സുരാജ് ഏട്ടനും ബിജു മേനോനുമാണ് ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളിലെത്തുന്നത്. ഒരു കോമഡി സിനിമയും കൂടിയാണ്. അതായത് ഈ ഒരു സിനിമയുടെ ടീസർ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലാത്തവർ ജസ്റ്റ് പോയി അത് കണ്ടു നോക്കുക. ഗംഭീരമായ ടീസറായിരുന്നു. ഒരു ചിരിക്കാനുള്ള വകയൊക്കെ ചിത്രത്തിലുണ്ടാവും. എന്തായാലും ബിജു മേനോൻ ഫാൻസുകാർക്കൊക്കെ കാത്തിരുന്ന് കാണേണ്ട ഒരു ചിത്രവും കൂടിയായിരിക്കും നടന്ന സംഭവം. എന്തായാലും ഇത്രയും സിനിമകളാണ് ഞാനിന്നിവിടെ പരിചയപ്പെടുത്തുന്നത്. ഇനി നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉള്ള സിനിമകൾ ഏതൊക്കെയാണെന്നുള്ളതെന്നൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സുമായി രേഖപ്പെടുത്തുക. ഇത്രയും സിനിമകളിൽ നിങ്ങൾക്ക് ഏത് സിനിമയാണ് തിയേറ്ററിൽ ടിക്കറ്റ് എടുക്കുന്നതെന്നുള്ളൂ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.